எல்லா காயும் வெளிச்சம் பொங்குதே பரவசம் കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം. ആര് പറഞ്ഞപ്പോഴാണ് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എൻ്റെ പാട്ട് മമ്മൂക്ക കേട്ടു എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സന്തോഷമായി. അനാബനൊക്കെ എന്താ മെസ്സേജ് അയച്ചാണോ പറഞ്ഞത്? അതെ അതെ, പാട്ട് സൂപ്പറായിരുന്നു, നന്നായിട്ട് പാടി മനോഹരായിരുന്നു. ഈ വിനായക ചേട്ടൻ ഒരുപാട് ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ മറ്റുമായിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി പാടി ഈ പാട്ട് ഇങ്ങനെ ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുകയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള. അമ്മ ഓൾറെഡി പഴയ പാട്ടുകളൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ജസ്റ്റ് ഒന്ന് പാടിപ്പിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതിലാക്കായും എന്നുള്ള പാട്ടിലേക്ക് എത്തുന്നത്. ഞാൻ ശരിക്കും ചേച്ചി ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഒരു വീട്ടമ്മ പാടിയതാണിതെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് കാണുന്നത്. ചേച്ചിക്ക് ശരിക്കും വേറെ ഇങ്ങനെ പ്രോഗ്രാംസിന് പാടി അങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല? വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇരുന്ന് സ്കൂളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പാടും, ഞാൻ തന്നെ തിരിച്ച് കേൾക്കും. ഇളയരാജ സാർ ഇപ്പം കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ കുറെ ഉണ്ടാവുന്നുണ്ടായിരുന്നല്ലോ, അപ്പം ഒരു ട്രോൾ പേജിലോ മറ്റുമാണ് ഞാൻ കാണുന്നത്, ഇങ്ങനെ അടുത്തൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കേണ്ട ഒരു ഗാനമായിരുന്നു, എല്ലാവരും ഇളയരാജ സാറിന്റെ പാട്ട് തന്നെയാണ് റീമാസ്റ്റർ ചെയ്തെടുത്തതെന്ന് വിശ്വസിച്ചു. പക്ഷെ അങ്ങനല്ല, ഇങ്ങനെ ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. കാര്യം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷെ നമ്മൾ എത്തിപ്പെട്ടു. മുജീബ് മ്യൂസിക് ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു, ഡയറക്ടർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം മമ്മൂക്കയുടെയും കൂടി സജഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരോടും പറയണ്ട, ഇത് ഫിലിമിൽ വരുമോ എന്നൊന്നും നമുക്കറിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മമ്മൂക്കയുടെയും ഇത് വന്നു, ഈ വയസ്സ് തന്നെ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞാനത് സ്പോയിലർ ആയിട്ട് പറയുന്നില്ല, പക്ഷെ എങ്കിലും സിനിമയിൽ ഒരുപാട് പ്രധാനപ്പെട്ട രംഗങ്ങളിലൊക്കെ ഈ പാട്ടിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്, വളരെ വലുതാണ്, കയ്യടി നേടുന്ന രീതിയിലാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമസ്കാരം, ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിനി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം സൂപ്പർ ഹിറ്റായിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ സിനിമ കളങ്കാവൽ. അതിലൊരു പാട്ട് ഒറ്റവട്ടം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലേക്ക് തന്നെ ഇടം പിടിച്ചൊരു പാട്ട്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ലിറിക്സ് ഇല്ലെങ്കിൽ കമ്പോസ് ചെയ്ത ഒരു രീതി, ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പാടിയ ആളുടെ ശബ്ദം പെട്ടെന്ന് തന്നെ ഒരുപാട് ആൾക്കാർ നോട്ടീസ് ചെയ്തതാണ്, അത് ആരാണ് ഈ ശബ്ദം, നല്ല ശബ്ദമാണല്ലോ എന്നൊക്കെ. അപ്പോൾ ആ ശബ്ദത്തിനുടമെ ഞാൻ അങ്ങനെ പിടിച്ച് എൻ്റെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം സിന്ധു ഡെൽസൺ, അതാണ് നമ്മുടെ ചേച്ചിയുടെ പേര്. സിന്ധു ചേച്ചി, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് എത്തിയത്? ഞാൻ ആദ്യം തന്നെ അതങ്ങ് ചോദിക്കുകയാണ്, ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത്. കാര്യം ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു ശബ്ദം. ചേച്ചി എന്നതിന് മുന്നേ നമ്മളിങ്ങനെ പാട്ടൊന്നും കേട്ടിട്ടുമില്ല ചേച്ചിയുടെ. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വീട്ടിലിരുന്ന് മ്യൂസിക് ഗ്രൂപ്പ്, സ്മ്യൂൾ അങ്ങനെയുള്ള ഇതിലാണ് ഞാൻ, പ്ലാറ്റ്ഫോം അതായിരുന്നു എൻ്റെ. അപ്പം അങ്ങനെ മോന് മുജീബ് മജീദ്, ഈ കളങ്കാവിൻ്റെ മ്യൂസിക് ഡയറക്ടർ മുജീബ് മജീദിൻ്റെ അഡീഷണൽ പ്രോഗ്രാമറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പാട്ട് ഓൾറെഡി സിനിമയിൽ നമ്മൾ പറയുമല്ലോ, തുടങ്ങുമ്പോൾ പറയുമല്ലോ ഇന്ന വർക്കുണ്ടെന്നൊക്കെ. അങ്ങനെ എനിക്ക് ഫിലിമിനെ കുറിച്ചൊക്കെ അവനിങ്ങനെ പറയാറുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ടുണ്ടമ്മേ, അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പഴയൊരു വോയിസാ വേണ്ടേ, ഇപ്പോൾ ഒത്തിരി പേരെ പാടിപ്പിച്ചു എന്നൊക്കെ, അപ്പോൾ അവർക്ക് റെഡി ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും എന്നോട് അവൻ പാടാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ റിലീസ് ഡേറ്റ് ഒക്കെ അടുത്ത സമയത്ത് ഈ പാട്ടും കൂടെ വേണോ ഇത് വേണ്ടി ഒരു സാധാരണ രാജാ സാറിൻ്റെ പാട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മുജീബ് മ്യൂസിക് ഡയറക്ടർ തന്നെ പറഞ്ഞു, നമുക്കിത് ഒരു ലൈവായിട്ട് ഒരാളെ കൊണ്ട് പാടിപ്പിച്ചാലോ, പുതിയൊരു ടോണിലുള്ള ഒരാളെ കൊണ്ട് പാടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മോനോട് ഇങ്ങനെ ഒരു മൊത്തത്തിലിരുന്ന് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഓൾറെഡി പഴയ പാട്ടുകളൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്, ജസ്റ്റ് ഒന്ന് പാടിപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇലാക്കായും എന്നുള്ള പാട്ടിലേക്ക് പാടിയത്. അപ്പോൾ 2 ലൈൻ പാടിപ്പിച്ച് അത് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഓക്കെ ആയി. അങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ചേച്ചിക്ക് ശരിക്കും വേറെ ഇങ്ങനെ പ്രോഗ്രാംസിന് പാടി അങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല? ഓക്കെ. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് വർഷമായി ഇങ്ങനെ പ്ലേ ബാക്ക് സിംഗർ ഒക്കെ ചെയ്യുന്നില്ലെങ്കിൽ പ്രോഗ്രാംസിനൊക്കെ പാടുന്ന ഒരു എക്സ്പീരിയൻസ് സിംഗർ പാടുന്ന പോലെയാണ് തോന്നുന്നത്. എക്സ്പീരിയൻസ് ഇതാണ്, സ്മ്യൂളിലൊക്കെ പാടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കൊച്ചിലെ തൊട്ടേ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നോ പാട്ട് പാടാനൊക്കെ? പാട്ട് പഠിച്ചിട്ടുണ്ടോ ചേച്ചി? 2 വർഷത്തോളം ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട് ഞാൻ. കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്, ബേസിക് അറിയാം. അപ്പൊ പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു പാട്ടുകാരി ആവണം എന്നൊക്കെ? അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും പാടും. 24 മണിക്കൂർ സംഗീതം കേൾക്കണതും പാടണതും ഇഷ്ടമാണ്.
ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇരുന്ന് സ്കൂളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പാടും. പാടും. ഞാൻ തന്നെ തിരിച്ച് കേൾക്കും. അങ്ങനെയൊക്കെ. പിന്നെ ആരെങ്കിലും വല്ല കല്യാണത്തിലൊക്കെ നമ്മുടെ കസിൻസിൻ്റെയൊക്കെ ഉം. പോകുമ്പോൾ ഉണ്ടാവുമല്ലോ ചെറുതായിട്ട് മൈക്ക്, അങ്ങനെയൊക്കെ പാടും. പാടും. അല്ലാണ്ട് വേറെ പൊതുവേദിയിൽ അങ്ങനെ ഞാൻ പാടിയിട്ടില്ല. പാടാറില്ല. ഇങ്ങനെ ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. കാര്യം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാന്നായിരുന്നു സ്ഥലമാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ എത്തിപ്പെട്ടു. അതെ അതെ. എങ്ങനെയായിരുന്നു ഫസ്റ്റ് മോൻ വന്നിട്ട് അമ്മ ഒന്ന് പാടി നോക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്ന റിയാക്ഷൻ എന്തായിരുന്നു? അവൻ എന്നോട് പറഞ്ഞു, ഒരു പാട്ട് പാടാവോ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് കാഷ്വലായിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് പഴയ ഏതെങ്കിലും ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിക്കാനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വന്നപ്പോൾ പറഞ്ഞു പുതിയ പാട്ടാണ്, പുതിയ ലിറിക്സാണ്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പാടാണ്, ഒന്ന് എനിക്ക് കേൾക്കണം, ഒരാഴ്ചയെങ്കിലും സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു സമയമൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഡയറക്ടർ അവിടെ ഇരിക്കുവാണ്, ഇപ്പൊ വരണമെന്നാണ്. ഇപ്പം തന്നെ പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ അവൻ റെസ്റ്റിൽ വന്ന സമയത്തായിരുന്നു, വർക്കിൻ്റെ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന സമയത്താണ്. ഹോം സ്റ്റുഡിയോ ഉണ്ട് എൻ്റെ വീട്ടിൽ. ചേച്ചിയുടെ സ്ഥലം ആക്ച്വലി എൻ്റെ ജനിച്ചൊക്കെ എറണാകുളത്താണ്, ഇപ്പോഴും ഉണ്ട് അവിടെ വീട്, ഹരിപ്പാടാണ് താമസിക്കുന്നത്. ബിസിനസ്സായിട്ട് അവിടെയാണ് അവിടെയാണ്. ഓക്കെ. അപ്പോൾ അന്നേരം അങ്ങനെ പാടി, അവൻ പാടി തന്നു, ഞാൻ പാടി. അപ്പം തന്നെ അവർക്ക് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോൾ മുജീബ് മ്യൂസിക് ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു, ഡയറക്ടർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം മമ്മൂക്കയുടെയും കൂടി സജഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മമ്മൂക്കയുടെയും ഇത് വന്നു, ഈ വയസ്സ് തന്നെ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് പാടി. അപ്പോൾ അത് സിനിമയിൽ വരും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും പറയണ്ട, ഇത് ഫിലിമിൽ വരുമോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ ആരോടും പറയുമൊന്നും വേണ്ട, നോക്കട്ടെ, പിന്നെ സമാധാനത്തിൽ പറയാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ആ പാട്ട് ഓൾറെഡി അതിനകത്ത് എടുത്തു എന്ന് മാത്രമല്ല, ഞാനത് സ്പോയിലറായിട്ട് പറയുന്നില്ല, പക്ഷെ എങ്കിലും സിനിമയിൽ ഒരുപാട് പ്രധാനപ്പെട്ട രംഗങ്ങളിലൊക്കെ ഈ പാട്ടിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. കയ്യടി നേടുന്ന രീതിയിലാണ്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പോൾ സക്സസ്ഫുള്ളി പൊക്കോണ്ടിരിക്കും, ഒരുപാട് ആൾക്കാർ കാണാനുണ്ട്, കൂടുതൽ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ ചേച്ചി ഇങ്ങനെ മമ്മൂക്കയുടെ സിനിമയിൽ ആദ്യമായിട്ട് പാടാൻ പോകുന്നു, ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? മമ്മൂക്ക ബിഗ് സ്ക്രീനിൽ വരുവാണെന്നൊക്കെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നന്നായിട്ട് പാടണം, അതേ സ്പിരിറ്റിൽ പാടണം, ഇതൊരു എല്ലാവരും തിയേറ്ററിൽ വരുന്ന ആ ഒരു ഇതാണ്, അപ്പോൾ അതേപോലെ ഫീൽ കൊടുത്തും. അപ്പോൾ എൻ്റെ അടുത്ത് ഇവനൊരു റെഫറൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പഴയ ജാനകിയമ്മയുടെ ഡൈനാമിക്സ് ഒക്കെ പഠിക്കണം, പ്രൊനൗൺസിയേഷൻ, തമിഴാണല്ലോ പാട്ട്. ചേച്ചിക്ക് തമിഴ് അറിയാമായിരുന്നോ നേരത്തെ? ഇല്ല, പാട്ടുകൾ പാടും, ഞാൻ തമിഴ് പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പം എന്നാലും അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ പഠിക്കണം, പിന്നെ ഇന്ന വോക്ക്മാനിൽ കൂടെ കേൾക്കണ പാട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ടെൻഷൻ ഇങ്ങനെ പറ്റുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി ഓക്കെ ഞാൻ പാടാം റെഡി അങ്ങനെ തന്നെയായിരുന്നു? അങ്ങനെ പാടാന്ന് അങ്ങനെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വേറെ പാട്ടാന്ന് വിചാരിച്ചിട്ടല്ലേ ഓടിച്ചെന്നത്. അപ്പോഴല്ലേ ഈ പാട്ട് പറഞ്ഞു. പിന്നെ സിനിമയിലേക്ക് ഇവനുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും വേണ്ടിയൊന്നുമില്ല. ഇവൻ്റെ മുമ്പിൽ തന്നെ പാടിയത്, അവനും തന്നെ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തേ. മറ്റേ അവരൊക്കെ ഫോണിൽ കൂടെ ആയിരുന്നു എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവൻ്റെ മുൻപിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പുതുതായിട്ട് പാടണം എന്നുള്ളൊരു പേടിയൊന്നും. മോൻ്റെ പേരെന്താ? നെവിൻ സി ഡെൽസൺ. നെവിൻ. ഓക്കെ. നെവിൻ ആണോ നേരത്തെ ഇങ്ങനെ സ്മ്യൂളിലൊക്കെ പാടുമ്പോ ഒക്കെ വൻ സപ്പോർട്ടായിരുന്നു നെവിൻ? ഇല്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതിപ്പോ അമ്മയായതുകൊണ്ട് നേരിട്ട് ചിലപ്പോ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. പാടുമ്പോ അവന്, അതായത് അതിലൊക്കെ പല റേഞ്ചിലാണല്ലോ ഓരോന്നൊക്കെ കിടക്കുന്നത്. അപ്പം നമ്മൾ പാടുമ്പോൾ അതിനകത്ത് കുറേ എഫക്ട്സ് ഒക്കെ ഇട്ടിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അവൻ പറയും ഇത് വെറുതെ എഫക്ട്സ് ഇട്ട് മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമുക്ക് അതിനകത്ത്. തെറ്റിപ്പാടിയാലും അതിൽ നല്ല ഭംഗിയിലൊക്കെ വരത്തുള്ളൂ. അപ്പം നമ്മൾ വിചാരം പാടുന്നവരുടെയൊക്കെ ഇതാട്ടോ പോകുന്നത്, അതിൽ പല എഫക്ട്സിൽ ഇടാം. പക്ഷെ നമ്മളെ ഏറ്റവും നന്നായിട്ട് എഫക്ട്സ് ഏതിലിടണേന്ന് വെച്ചാൽ അതിലല്ലേ പാടത്തുള്ളൂ. അങ്ങനെ പാടുമ്പോൾ അവനൊരു സൗണ്ട് ഇതിലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാവാം അങ്ങനെ അധികം അങ്ങോട്ട് അനുകൂലിക്കാറില്ല. പക്ഷെ എങ്കിലും ഞാൻ അതിലൊക്കെ കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ പാട്ട് ഇവനോട് ഞാൻ ചോദിക്കും, മെസ്സേജ് ഇട്ടൊക്കെ ചോദിക്കും, ഈ പാട്ട് നല്ലതാണോ, എൻ്റെ വോയിസിന് പറ്റിയതാണോ നോക്കി. അതൊക്കെ എനിക്ക് സജഷൻ പറഞ്ഞു തരാറുണ്ട്. ചിലപ്പോൾ എനിക്ക് തന്നെ നന്നായിട്ട് തോന്നിയത് എന്നോട് കൊണ്ട് കേൾപ്പിക്കുകയും ചെയ്യും. നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ഇത് നന്നായിട്ട് പാടി എന്നുള്ളത്. അതൊക്കെ കഴിയുമ്പോൾ ഓക്കെ എന്നൊക്കെ പറയും. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തരും. പക്ഷെ അവന് ശരിക്കും നെവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയുടെ പാട്ട്. പക്ഷെ അതങ്ങനെ തുറന്ന് സമ്മതിക്കാതിരുന്നതായിരിക്കും. ഒരു അവസരം കിട്ടിയപ്പോ അതെ മമ്മൂക്കയുടെ സിനിമയിൽ പാടാൻ അവസരം വാങ്ങി തന്നു. ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇവൻ പറയണത് ഒരുപാട് തവണ
പാട്ടുകൾ കേൾക്കണം, പാട്ടിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കണം. അല്ലാണ്ട് ഒരാൾ പെട്ടെന്ന് ഒരു പാട്ട് പാടിയിട്ട് ഉടനെ തന്നെ അത് ഓടിക്കേറി പാടുക, അതല്ല. അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. നെവിൻ പാട്ട് പാടും പഠിച്ചതൊക്കെയാണോ? പിന്നെ അവൻ പാട്ട് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു 2 വർഷത്തോളം ബേസിക് പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ചെറുപ്പം മുതലേ പാടുമായിരുന്നു, റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് അവൻ്റെ മേഖല മ്യൂസിക് ആണല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചാണ് നമ്മൾ ഡിഗ്രിക്ക് പഠിപ്പിച്ചു. പിന്നെ ഇറങ്ങിയപ്പോൾ തന്നെ അവനെ ഗോപീസുന്ദൻ്റെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വിളിച്ചു. 2 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുജീബിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ചേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡും ഞങ്ങൾ 2 മക്കളും, നെവിൻ പിന്നെ മെബിൻ. അവൻ +1 പഠിക്കുന്നു. മെബിന്റെ സ്കൂളിലൊക്കെ ഇപ്പൊ ഇത് വലിയ ചർച്ചയായി കാണുമല്ലോ. അതെ. ഇങ്ങനെ എങ്ങനെയുണ്ട് റെസ്പോൺസ്? അത് ചോദിക്കട്ടെ. ബാക്കി ഫാമിലിയുടെ സൈഡിൽ നിന്നും ഈ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് കസിൻസ്, നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് എനിക്ക് 100% സപ്പോർട്ടാണ്. അത് തന്നെയാണ് എന്നെ ഈ ഇതുവരെ എത്തിച്ചത്. നമ്മൾ പാടാനിരിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഞാൻ 1 മണി വരെയൊക്കെ പാട്ട് ഇരുന്ന് പാടുമായിരുന്നു. അപ്പം അതുവരെയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിരിക്കും. പിന്നെ മോനാണെങ്കിലും അവൻ കായികപരമായിട്ടാണ്, രണ്ടാമത്തെ മോന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിന് അതാണ്, സ്പോർട്സാണ് ഇഷ്ടം. അപ്പോൾ അവൻ എന്നാലും പാടുമ്പോൾ ഒക്കെ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഇതിൽ വന്നപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫ്രണ്ട്സിന് ഇട്ട് കൊടുത്തു, സ്കൂളിൽ ടീച്ചേഴ്സിനോട് പറഞ്ഞു, എല്ലാ ലിങ്കും ഒക്കെ ഇട്ട് കൊടുക്കും, ഇത് അമ്മ പാടിയതാന്നൊക്കെ ഉള്ളത്. പിന്നെ എൻ്റെ കസിൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട, അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. സിനിമ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചൊക്കെ പറയത്തില്ല എല്ലാവരും കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്? ചേച്ചിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എപ്പോഴാണ്? ആര് വിളിച്ച് പറഞ്ഞപ്പോഴേ? അല്ലെങ്കിൽ ലൈക്ക് ഇപ്പം സിനിമയിലുള്ളവർ തന്നെ, ഇല്ലെങ്കിൽ ഇതിനകത്ത് ഈ സിനിമയിൽ പ്രവർത്തിച്ചവരുടെയൊക്കെ തന്നെ ആണെങ്കിലും ആര് പറഞ്ഞപ്പോഴാണ് ഭയങ്കര സന്തോഷമായി? എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എൻ്റെ പാട്ട് മമ്മൂക്ക കേട്ടു എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സന്തോഷമായി. പിന്നെ ഞാൻ അന്ന് ലോഞ്ചിങ്ങിനാണ് എല്ലാവരെയും കാണുന്നത്. അപ്പം ആ സമയത്ത് എല്ലാവരും ഓടി വന്ന് ഞാൻ ആ പാടിയെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുമല്ലോ. മമ്മൂക്കയുടെ 21 നായികമാരും നല്ല ഭയങ്കര സന്തോഷമായി. ഓഡിയോ ലോഞ്ചിന് മമ്മൂക്കായിട്ട് നേരിട്ട് സംസാരിച്ചാറില്ല? നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ. പേടിയാണ് ഒന്നാമത്തെ കാര്യം. എന്നാലൊക്കെ നമുക്ക് നല്ലൊരു ഇത് നമ്മളോട് സംസാരിക്കുമായിരുന്നായിരിക്കും. പിന്നെ ഉറപ്പായിട്ടും പേടിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. കുഴപ്പമില്ല. ഈ സിനിമയുടെ ഇനി ഒരു സക്സസ് സെലിബ്രേഷൻ ഒക്കെ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്ക് മമ്മൂക്കായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴത്തേക്ക് ഒരുപാട് സമയം കിട്ടട്ടെ സംസാരിക്കാൻ, പേടിയൊക്കെ മാറി അടിപൊളിയാവട്ടെ. ചേച്ചി ശരിക്കും ഇങ്ങനെ വീട്ടമ്മ ഒരു പാട്ട് പാടി എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ പോസ്റ്റിലൊക്കെ കണ്ടത്. ശരിക്കും ചേച്ചി വീട്ടമ്മയാണോ? ബിസിനസ് എന്ന് നേരത്തെ പറഞ്ഞു, എന്താ ചെയ്യുന്നത് ശരിക്കും? രണ്ടുമാണ് ഞാൻ. വീട്ടമ്മ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം കടയിലിരിക്കും, കടയിൽ തിരിച്ച് രാത്രി വരും, വീണ്ടും ജോലി ചെയ്യും. പാട്ട് പാടും, എല്ലാ ദിവസവും പാട്ട് പാടും, കിടക്കാറില്ല. ഓക്കെ. ചേച്ചിയുടെ സ്ഥിരം ഫാൻസ് ഉണ്ടോ സ്മ്യൂളിലൊക്കെ? ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എത്ര സപ്പോർട്ടേഴ്സ് ഉണ്ട് ചേച്ചിക്ക് സ്മ്യൂളിലൊക്കെ? സ്മ്യൂളിൽ ഞാനാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് സ്മ്യൂളിൽ നമ്മുടെ ഇഷ്ടത്തിന് പാട്ട് പാടാം, ഡ്യുവറ്റായിട്ട് പാടാം, ഗ്രൂപ്പായിട്ട് പാടാം. അങ്ങനെ ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടും. അതല്ലാതെ നല്ല സിംഗേഴ്സൊക്കെ ഉണ്ട്. അതായത് വേണുഗോപാൽ സാറിൻ്റെ വോയിസൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. ആ പുള്ളിയുടെ കൂടെയാണ് ഞാൻ മിക്കവാറും ഡ്യുവറ്റൊക്കെ പാടാറ്. അതൊക്കെ എനിക്ക് അതിൽ വരുമ്പോൾ ഒക്കെ പറയും ഒരു യുണീക്ക് വോയിസാണ്, എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട്. ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ ഭയങ്കര കമൻസ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കമൻറ്റ് തന്നെ എനിക്കൊരു അവാർഡ് പോലെയാണ്. ഭയങ്കര സന്തോഷമാണ്. അപ്പോഴാണ് നമുക്ക് ഈ പാട്ട് കിട്ടുന്നത്. ഓക്കെ. ചേച്ചി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ഫാൻസി ലൈറ്റ് ഷോറൂമാണ് എനിക്ക്. ഫാൻസി ലൈറ്റിൻ്റെ ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം എല്ലാമാണ്, ഹോം മേക്കറാണ്, ബിസിനസ്സും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ സിംഗറാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് 2-3 പേര് കേൾക്കാം. നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവശം, കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം, പുന്നകൈ പൊതിരിനിൽ തടുമാറും இதயம், இந்த நாளில் வந்து சேரும் நம் காதல் சங்கமம். അയ്യോ, താങ്ക് യു ചേച്ചി. എനിക്ക് സംസാരിക്കുമ്പോഴും പാടുമ്പോഴും പെട്ടെന്ന് സൗണ്ട് മാറുന്നുണ്ട്, ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. അയ്യോ, ഞാനിങ്ങനെ റീലിലൊക്കെ കേട്ടിട്ട് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കൊള്ളാം. ചേച്ചിക്ക് ഇനി പ്രൊഫഷണലി ഇത് എടുക്കണം എന്നാണോ ആഗ്രഹം? സിംഗിങ് പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? പഠിക്കാൻ ഞാൻ ഓൾറെഡി ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അല്ല, ഇപ്പോൾ ചില പാട്ടുകളിലൊക്കെ ഇങ്ങനെ ഈ സ്വരസ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ ഞാനത് കേട്ട് ഒരുപാട് എഴുതിയിരുന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ബേസിക് ഉള്ളതുകൊണ്ട് മാക്സിമം സ്വരസ്ഥാനത്തിലൊക്കെ
പഠിക്കാനാണ്. പക്ഷേ അല്ലാതെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ഇതൊക്കെ അതിന് പഠിച്ച് തന്നെ പറ്റുള്ളൂ പഠിക്കണമല്ലോ. ഉണ്ടല്ലോ. അതെ. അപ്പം അതുകൊണ്ട് അങ്ങനെ പോയി ചേർന്നു. ഉം. അറിയില്ല എങ്ങനെ മുൻപോട്ട് വരുന്നതെന്ന്. ആഗ്രഹം ചേച്ചിക്ക് ഇത് പ്രൊഫഷനായിട്ട് പോകണം എന്നൊക്കെ തന്നെ ആയിരിക്കില്ലേ? അങ്ങനെ പേടിയാണ് എനിക്ക് സത്യത്തിൽ. പേടിക്കൊന്നും വേണ്ട. നമ്മൾ അറിയാമല്ലോ, നമ്മൾ മലയാളികൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. എല്ലാവർക്കും നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ ചേച്ചി ഉറപ്പായിട്ടും ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പറ്റും. എന്തായാലും പ്രൊഫഷനായിട്ട് തന്നെ എടുക്കാൻ സാധിക്കട്ടെ. ഈ പാട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ സ്ക്രീനിൽ മമ്മൂക്കെ കാണിക്കുന്ന സീൻസുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് ഒത്തിരി സന്തോഷമാണ് നമുക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പാട്ട് ഇടയ്ക്ക് വെച്ച് കട്ടായും പകുതി പകുതിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റാണ് ഞാൻ ശരിക്കും ഈ പാട്ട് കേട്ടത്. അന്നേരം ശരിക്കും നമുക്കൊരു അപ്പൊ ഒരു കൈയടി വന്നു കാണൂല്ലോ തിയേറ്ററിൽ? തിയേറ്ററിൽ ഒരു കൈയടി കൈയടി വന്നിട്ടുണ്ടാവും. എന്നെ അറിയണ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അവരാണ് ആദ്യമേ കൈയടിച്ചത്. എന്നെ അറിയണേന്ന് വെച്ചാൽ അവിടെ വെച്ച് എനിക്കറിയില്ല അവരെ. അവരെന്നെ ലോഞ്ചിങ്ങിന് കണ്ട ആ പരിചയത്തിൽ പരിചയപ്പെട്ടായിരുന്നു. ലോഞ്ചിങ്ങിന് കണ്ട പരിചയത്തിൽ എന്നോട് ചോദിച്ചേ, ചേച്ചിയല്ലേ ഈ പാട്ട് പാടി? ഞങ്ങൾ ആ പാട്ട് കേട്ടിട്ടാണ് സിനിമ കാണാൻ വന്നത്. അപ്പം അത് അങ്ങനെ ഒരു ഫാമിലി അവരാണ് നിലക്കായും വെച്ചപ്പോൾ തന്നെ ഭയങ്കര കൈയടിച്ചപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഏറ്റ് കൈയടിച്ചപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. എൻ്റെ ഇളയ മോൻ അടുത്തിരുന്ന് പാട്ട് വരുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് തട്ടിയിട്ട് കേൾക്കുമേ അതൊക്കെ നമുക്ക് ഭയങ്കര പ്രൗഡായി കാണുമല്ലോ. ഒരു ഫാമിലി ആയിട്ടാണോ പോയി കണ്ടത് സിനിമ? എല്ലാവരും ഹസ്ബൻഡൊക്കെ ആയിട്ടാണ്. ചേട്ടനും ഭയങ്കര സന്തോഷം. ഫുൾ ഫാമിലി ആക്ച്വലി സപ്പോർട്ടല്ലേ ചേച്ചിയുടെ? അതെ അതെ അതെ. അപ്പം നമുക്ക് എന്തായാലും ഇനി മുന്നോട്ട് വരാം. എങ്ങനെയായിരുന്നു കൊച്ചിലെയൊക്കെ ഇതുപോലെ സ്കൂളിലൊക്കെ മത്സരിക്കുമായിരുന്നു പാട്ടിനൊക്കെ? എല്ലാത്തിലും മത്സരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് എന്തെങ്കിലും അന്നൊക്കെ ആണെങ്കിൽ ചെറിയ ഈ ടേപ്പ് റെക്കോർഡർ ആണല്ലോ ഞങ്ങളുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ കാസറ്റ് ഇട്ട് ക്ലാസിക്കലും ഒക്കെ പഠിച്ചിട്ട് പോയി പാടും. അങ്ങനെ പ്രൈസ് കിട്ടിയാൽ വീട്ടിൽ വന്ന് പറയും, ഇല്ലെങ്കിൽ പറയത്തില്ല. എന്നാലും ഭയങ്കര ധൈര്യം കേട്ടോ, ക്ലാസിക്കലൊക്കെ കേട്ട് പഠിച്ചു പോയി പാടാൻ. പക്ഷെ കിട്ടും, എപ്പോൾ പോയാലും എന്തെങ്കിലും തേടെങ്കിലും വാങ്ങിച്ചിട്ടേ വരത്തുള്ളൂ. എന്തിലൊക്കെ മത്സരിച്ചോണ്ടിരുന്നേ? ക്ലാസിക്കൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പഠിച്ചത് അത് വേറെ സ്ഥലത്ത് വീട്ടിൽ പറയാതെ പോയി മത്സരിച്ചു. കിട്ടിയാൽ പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ജാനമ്മയുടെ വാതാബി ഗണപതി എന്നുള്ള ആ കീർത്തനം പാടിയിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടി. അങ്ങനെ പ്രൊഫഷണലി പഠിക്കാതല്ലേ പോയി? അതെ അതെ അതെ. അന്നേരം ഞാൻ കീർത്തനങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അത്യാവശ്യം പിന്നെ മറ്റുള്ളവരെ ഞങ്ങൾക്ക് ഒരുമിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴേക്കും അതും എനിക്ക് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അത് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി പാടി പ്രൈസ് കിട്ടിയിട്ട് വീട്ടിൽ വന്നു പറഞ്ഞു എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വരണം എന്നൊക്കെ. പിന്നെന്തോ ചേച്ചി നിർത്തി 2 വർഷം പഠിച്ചിട്ട്? എനിക്ക് ആർത്രൈറ്റീസ് വന്നായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പാട്ടൊക്കെ മറന്നുപോയി. പിന്നെ എനിക്ക് മോനുണ്ടായതിന് ശേഷമാണ് വീണ്ടും ഞാനത് ഇൻട്രസ്റ്റിലേക്ക് തിരിച്ചു വരുന്നത്. വേറെ എന്തൊക്കെ കഴിവുകളൊക്കെ ഉണ്ട്? പാട്ട് പാടും, പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഡാൻസ് ഞാൻ കളിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ഗ്രൂപ്പ് ഡാൻസിൽ സ്കൂളിൽ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്, പ്രൈസും കിട്ടിയിട്ടുണ്ട്. പഠിച്ചിട്ടൊന്നുമില്ല. നമുക്കിവിടെ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പഠിക്കാൻ പോകുന്ന പിള്ളേർ കട പഠിച്ചോ, ഞാൻ ഇവിടെ അല്ലാതെ പോയി പ്രൈസ് വാങ്ങി തിരിച്ചു വരുമില്ല. അതെന്താന്ന് എനിക്കറിയാൻ പാടില്ല. ഇഷ്ടമാണ് അങ്ങനെയുള്ള പിള്ളേരെ പ്രോത്സാഹിപ്പിക്കണത് ഇഷ്ടമാണ്. ഇച്ചിരി കഴിവുണ്ടെങ്കിലും അത് പിടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചിയുടെ 2 മക്കൾക്ക് ഇപ്പൊ കഴിവുകളുണ്ടല്ലോ. ഒരാള് ഈ പറഞ്ഞ ആർട്സ് മ്യൂസിക്കിലും, മറ്റാള് സ്പോർട്സിലും അല്ലേ? അപ്പൊ നല്ല സപ്പോർട്ടായിരിക്കുമല്ലോ. അതെ, ഭയങ്കര സപ്പോർട്ടാ. എനിക്ക് വീട്ടില് അവരങ്ങനെ ടെൻഷൻ ഇല്ല, നല്ല ഇതാണ്, എൻജോയ്മെന്റ് ആണ്. അവരെ എന്താണെങ്കിലും നല്ലപോലെ എന്നെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഹസ്ബൻഡാണ് അതിൽ ഏറ്റവും കൂടുതൽ. വീട്ടുകാരും കേട്ടോ, വീട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പാട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ, അല്ലെങ്കിൽ ഇനോഗ്രേഷൻ, അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ടോ ചേച്ചിക്ക്? അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പൊ വിളിച്ചിരുന്നു എന്നെ ഇങ്ങനെ ഡിസംബർ 26 ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ട്. 31-ാം തീയതി വിളിച്ചിരുന്നു. അപ്പം എനിക്ക് അതിന് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. എന്നാലും അങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ഇനിയും വലിയ വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാവട്ടെ. ഒരുപാട് നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റട്ടെ. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം ചേച്ചിയെ കണ്ടതിൽ. മറ്റേ പാട്ടും കൂടെ ഒരു 2 പേര് പാടിയിട്ട് നമുക്ക് മറ്റ് സിനിമയിലെ തന്നെ ഒരു പാട്ടും കൂടെ പാടിയിട്ടില്ല. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അത് ഞാൻ ചോദിക്കട്ടെ. ഒരുപാട് പാട്ട് ഇഷ്ടമാണ്, ജാനകിയമ്മയുടെ വാണിയമ്മയുടെയൊക്കെ. എന്നാലും ഒരു പാട്ട് പറയുമോ? ഇങ്ങനെ സ്കൂളിലൊക്കെ പാടിയപ്പോൾ ഭയങ്കര റീച്ച് കിട്ടിയ, അല്ലെങ്കിൽ മോനെയൊക്കെ കണ്ട് കാണിച്ച പാട്ട് പാടിയതിൽ എനിക്ക് നല്ല കണ്ണിൽ നിന്മയിൽ എന്നുള്ള പാട്ട്. തമിഴാണോ മലയാളമാണോ കൂടുതൽ ഇഷ്ടം?
എല്ലാം പാടും, ഹിന്ദി, എല്ലാം പാടും, തമിഴ്, മലയാളം. എല്ലാം പാടും, എല്ലാം ഇഷ്ടമാണ്. അതെ. ചേച്ചിക്ക് ഈ പാട്ട് കേട്ടതിന് ശേഷം സെലിബ്രിറ്റീസിന്റെ സൈഡിൽ നിന്നൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? ആരെങ്കിലും അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചോ? അന്നാബെൻ, ഉം. കലാഭവൻ പ്രജോദ്, അവരൊക്കെ എനിക്ക് നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചു പറഞ്ഞു. ഒരുപാട് സെലിബ്രിറ്റീസ് അയച്ചിട്ടുണ്ട്, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. കുറെ ഒത്തിരി പേര് പറഞ്ഞു. അയച്ചിട്ടുണ്ട്. അതെ അന്നാബിനൊക്കെ എന്താ മെസ്സേജ് അയച്ചാണോ പറഞ്ഞത്? അതെ അതെ, പാട്ട് സൂപ്പറായിരുന്നു, നന്നായിട്ട് പാടി, മനോഹരായിരുന്നു. അപ്പൊ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ചേച്ചിക്ക്, പെട്ടെന്ന് ഓർമ്മ വരാത്തോണ്ടാ. പ്രചോദേട്ടനും ഒക്കെ നല്ല പാട്ടാന്ന് പറഞ്ഞു അല്ലേ? അതെ, അതെ. ഓ, സന്തോഷം. ഈ വിനായകൻ ചേട്ടൻ ഒരുപാട് ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ മറ്റുമായിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, അതെ, ചേച്ചി അതെ. പാടി ഈ പാട്ട് ഇങ്ങനെ ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുകയാണ്, അതെ, 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 ഭയങ്കര അതെ, ഇഷ്ടപ്പെട്ടു എന്നുള്ള. അത് നേരിട്ട് അതിലൊരു സംസാരിച്ചോ? ഞാൻ സംസാരിച്ചില്ല, പക്ഷേ ആണെങ്കിൽ മറ്റേ ഡയറക്ടർ ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോൾ ഫോൺ ചെയ്താലും, അതായത് ഈ സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എപ്പോൾ ഫോൺ ചെയ്താലും ഈ പാട്ടിൻ്റെ കാര്യമാണ്, നിലാക്കായുന്നതിൻ്റെ വിശേഷമാണ് തിരക്കുന്നത്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷം സന്തോഷമായി തോന്നി. അതെ. കാണുമല്ലോ. ഇനി എപ്പോഴെങ്കിലും ഒരു സമയത്ത് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയ തീർച്ചയായിട്ടും പിന്നെ ഞാൻ ചെന്ന് ഉറപ്പായിട്ടും പരിചയപ്പെടാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സക്സസ് മീറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് മമ്മൂക്കയോട് സംസാരിക്കണം, വിനായകൻ ചേട്ടനോട് സംസാരിക്കണം. അതെ. അപ്പൊ ചേച്ചിക്ക് നേരിട്ടും ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ ചേച്ചിക്കും ഭയങ്കര സന്തോഷമാവൂലേ? അപ്പൊ പിന്നെ എന്തായാലും ഇതിന്റെ ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ ഒത്തിരി നല്ല, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തു. പിന്നെ ഹരിത, അതാണ് മന്നനെ ലിറിക്സ് എഴുതിയത്. ലോഞ്ചിങ്ങിന് അത് നമ്മുടെ ക്യാമറമാന്റെ ഫ്രണ്ട് ആണല്ലേ? ഇവിടെ ചേച്ചി വരുന്നതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് ഇതിൽ പാട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളതൊക്കെ. അവരൊക്കെ എന്നെ അന്ന് നന്നായിട്ട് പാടിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഈ ലിറിക്സ് ഒക്കെ പഠിക്കാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തമിഴ്? ഇല്ല ഇല്ല ഇല്ല, എളുപ്പമായിരുന്നു. നോക്കിയാണ് ഞാൻ പാടിയത്. പ്രൊനൗൺസിയേഷൻ ഒക്കെ എളുപ്പമായിരുന്നു. ആദ്യം പാടിയപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു, നന്നായിട്ടൊക്കെ ഒന്നും കൂടെയൊക്കെ പറഞ്ഞൊക്കെ തന്നായിരുന്നു. അയച്ചപ്പോൾ ആദ്യം പാട്ടുപാടി അയച്ചപ്പോൾ ഒന്നും കൂടെയൊക്കെ ഒരു കറക്ഷൻ പറഞ്ഞിട്ടാണ് പിന്നെ ഫൈനൽ ഔട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഒരാളുടെയും കൂടെ, രണ്ടുപേരുടെയും കൂടെ കാര്യം ചോദിക്കട്ടെ. ഇവിടെ രണ്ടുപേര് വന്നിരിക്കുന്നുണ്ട്, ചേച്ചിയും കൂടെ കൊണ്ടുവന്നത്. ഞാൻ ഓൾറെഡി ചേച്ചിയുടെ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ നോക്കിയപ്പം സപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവരുടെ നല്ലപോലെ റീലൊക്കെ ചെയ്ത് ഞങ്ങളുടെ സിന്ധു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവരാരാ ചേച്ചി? ഇവരെന്റെ ഫ്രണ്ട്സിന്റെ 2 മക്കളാണ്. അവരും നല്ല പ്ലേ ബാക്ക് സിംഗേഴ്സ് ആണ്, സ്റ്റേജ് പെർഫോം ചെയ്യുന്നവരാണ്. അപ്പൊ എപ്പോഴും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പേര് പറഞ്ഞോ? ക്രിസ്റ്റകല, ആതിര ജനകൻ എന്നാണ് അവരുടെ പേര്. ഇവരാണ് ചേച്ചി എല്ലായിടത്തും ഇപ്പൊ കൊണ്ടുപോകുന്നത്, എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന ഇവരാണ്. ഉറപ്പായിട്ട് ഞാനത് മെൻഷൻ ചെയ്ത് പറയണോട്ടോ. കാര്യം ചേച്ചിക്ക് വെള്ളം കൊടുക്കാനും എല്ലാം ചേച്ചി ഇങ്ങനെ നോക്കി അവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമല്ലേ? അപ്പൊ എന്തായാലും അത് പറയണമല്ലോ. ഓക്കെ ചേച്ചി, അപ്പൊ ഒരുപാട് സന്തോഷം. നമുക്ക് ആ പാട്ടിന്റെ 2 വരിയും കൂടെ കേട്ടിട്ട് എൻഡ് ചെയ്യാം. മന്നനെ നീ മാலை மயங்கும் என் கண்ணோடு கண் சேருதே, மண்ணிலும் என் காதல் அடங்கும் பொய்விண்ணோடு நீ சொல்லுதே, மௌனமேன் கானமே மலரே அழகின் மொழிகள். രസമുണ്ട്. ഭയങ്കര സന്തോഷം. ഞാൻ ശരിക്കും ചേച്ചി ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? ഈ പറഞ്ഞ ഇളയരാജ സാർ ഇപ്പം കോപ്പി റൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ കുറെ ഉണ്ടാവുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഒരു ട്രോൾ പേജിലോ മറ്റുമാണ് ഞാൻ കാണുന്നത്, ഇങ്ങനെ അടുത്തൊരു കോപ്പി റൈറ്റ് ഇഷ്യൂ ഇല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കേണ്ട ഒരു ഗാനമായിരുന്നു, എല്ലാവരും ഇളയരാജ സാറിന്റെ പാട്ട് തന്നെയാണ് റീമാസ്റ്റർ ചെയ്തെടുത്തതെന്ന് വിശ്വസിച്ചു. പക്ഷെ അങ്ങനല്ല, ഒരു വീട്ടമ്മ പാടിയതാണിതെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് വർഷം പഴയ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്ത രീതിയിൽ തോന്നിപ്പിക്കുന്ന അത്രയും മനോഹരമായിട്ടാണ് ചേച്ചി പാടിയിരിക്കുന്നത്. ആ ഒരു ടോണെല്ലാം അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട്. അപ്പം ചേച്ചിക്ക് ഈ പാട്ട് കേട്ടതിന് ശേഷം വേറെ എന്തെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടാവും? തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഭാഷ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മോൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വിളിക്കും എന്നാണ് പറഞ്ഞേ. ഓ, അടിപൊളി. അപ്പോൾ ഒരു ഫസ്റ്റ് പാട്ട് ഇറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തമിഴിനും തെലുങ്കിലും ഒക്കെ വിളി വന്നു. ഇനി എനിക്കൊരു ഇന്റർവ്യൂ എടുക്കാനൊക്കെ പറ്റുമോ? പിടിച്ചാൽ കിട്ടുമോ? ഇനി വളർന്നങ്ങ് പോവോ? പോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, അതാണ് സന്തോഷം. എന്തായാലും ചേച്ചി മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇതിന് അവസരം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മമ്മൂട്ടി കമ്പനി, എൻ്റെ ഈ വോയിസ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തത് ജിതിൻ, ഡയറക്ടർ മുജീബ് എൻ്റെ പാട്ട് മുജീബ് ഒന്നും വിചാരിച്ചിട്ടല്ല, അവരോട് പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, പുതിയൊരു വോയിസ് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് മോൻ പറഞ്ഞത് അമ്മയെ കൊണ്ടൊന്ന് പാടിച്ചു നോക്കാം. അത് കേട്ടപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അതൊക്കെ ഒരു സജഷനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന വലിയ കാര്യമാണല്ലോ. അതാണ്. അപ്പോൾ അവരോട് എനിക്ക് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാനുണ്ട്.
ഒത്തിരി നന്ദിയുണ്ട്. ഉറപ്പായിട്ടും അവരിത് കേൾക്കുന്നുണ്ടാവും. എന്തായാലും അവർ ആ ഒരു അവർ നടത്തിയ ആ ഒരു സെലക്ഷൻ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചിക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും ലഭിക്കട്ടെ. താങ്ക് യു. താങ്ക് യു.